ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കാത്ത പരിപാടിക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകിയെന്ന പ്രചാരണം പൊളിയുന്നു. ബില്ല് നൽകിയത് പരിപാടി നടത്തിയ ഇഷാൻ ദേവിനാണെന്നാണ് പരിപാടി സംഘടിപ്പിച്ച ഏജൻസിയുടെ വിശദീകരണം. ക്ഷണം ലഭിച്ചെങ്കിലും അസൗകര്യം അറിയിച്ചെന്ന് നന്ദഗോവിന്ദം ന്യൂസ് മലയാളത്തോട് സ്ഥിരീകരിച്ചു. അയ്യപ്പ സംഗമത്തിലെ പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ആവശ്യപ്പെട്ടു. അഡ്വാൻസ് തുക ദേവസ്വം ബോർഡിന് തിരികെ കൊടുത്തെന്ന നിയമസഭയിലെ മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉദ്ഘാടനത്തിന് മുൻപ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി നടത്തിയെന്ന പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകിയെന്നും നടത്താത്ത പരിപാടിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചെന്നുമായിരുന്നു പ്രചാരണം. എന്നാൽ ഇത് ബില്ലല്ല, പ്രപ്പോസലാണെന്നാണ് പരിപാടി സംഘടിപ്പിച്ച ഒരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ വ്യക്തമാക്കുന്നത്. 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകിയിട്ടുണ്ട്, എന്നാൽ അത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലല്ല, പരിപാടി നടത്തിയ ഇഷാൻ ദേവിന്റെ പേരിലാണ്. അയ്യപ്പ സംഗമത്തിൽ പരിപാടിക്കായി ബന്ധപ്പെട്ടെങ്കിലും തിരക്കായതിനാൽ അസൗകര്യമറിയിച്ചെന്ന് നന്ദഗോവിന്ദം ഭജൻസും സ്ഥിരീകരിച്ചു. 7 കോടിയിലധികം ചെലവായ പരിപാടിക്ക് 3 കോടിയാണ് ദേവസ്വം ബോർഡ് നൽകിയത്. ബാക്കി തുക ലഭിക്കാനുണ്ടെന്നും ഏജൻസി വ്യക്തമാക്കി. 3 കോടി നൽകിയെന്നാണ് ദേവസ്വം ബോർഡും പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ കൂടുതൽ തട്ടിപ്പിന്റെ സൂചനകളുണ്ടെന്നും പ്രചാരണമുണ്ടായിരുന്നു. പുതിയ റിപ്പോർട്ടിന്മേൽ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആവശ്യം. അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ദേവസ്വം ബോർഡ് ചെലവഴിച്ചത് 3 കോടി മാത്രമാണെന്നും ഇത് സ്പോൺസർഷിപ്പിലൂടെ തിരികെ ലഭിച്ചെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചു. അഡ്വാൻസ് തുക ദേവസ്വം ബോർഡിന് തിരികെ ലഭിച്ചെന്ന നിയമസഭയിലെ മറുപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ. ഇല്ല, അതിലൊരു തെറ്റുമില്ലല്ലോ. 17/10/2025 തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അവരെഴുതി തന്നു, അത് ശരിയാണ്, കണക്കിലും പറയുന്നുണ്ട്. പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നു? ആ പറഞ്ഞതിലൊരു തെറ്റുമില്ല. അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കോടികളുടെ കൊള്ള നടന്നെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോകുന്ന പോക്കാണ്. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നത് പ്രപ്പോസലാണെന്ന് ഏജൻസി വിശദീകരിച്ചെങ്കിലും വിഷയം രാഷ്ട്രീയമായി നേരിടാനാണ് പ്രതിപക്ഷ തീരുമാനം. VD സതീശൻ നയിക്കുന്ന യാത്രയിൽ ഇക്കാര്യങ്ങൾ ചർച്ചയാക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.